എമ്പുരാൻ കണ്ടു. സ്പെഷ്യൽ ഷോ രാവിലെ കയറാൻ കഴിഞ്ഞില്ല, കാരണം രാവിലെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. തേഴ്സ്ഡേ മോർണിംഗ് നമുക്ക് 8 മണിയാകുമ്പോൾ പോകണമല്ലോ. പക്ഷേ വൈകിട്ട് സിനിമക്ക് കയറുന്നതിന് മുമ്പ് പല റിവ്യൂസും ഫേസ്ബുക്കിൽ ഉള്ളതും യൂട്യൂബിലുള്ളതൊക്കെ കണ്ടിരുന്നു. അപ്പോഴേ ഒരു ഡബിൾ മൈൻഡ് ആക്കുന്ന രീതിയിൽ ഒരു കൺഫ്യൂഷൻ എനിക്ക് വന്നിരുന്നു. ഓവർ ഹൈപ്പ് കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു സംഭവമാണോ? കാരണം രാജേട്ടനെതിരും ലാലേട്ടനെതിരെയൊക്കെ പല കമന്റ്സും ഇങ്ങനെ കണ്ടു. പക്ഷെ മൂവി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കൃത്യമായിട്ട് അതിന് ഒരു ഉത്തരം കിട്ടി. അതായത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല പ്രശ്നങ്ങളുടെയും ഒരു സ്റ്റേറ്റ്മെന്റ് ഇവർ വളരെ നല്ല രീതിയിൽ ഈ മൂവിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പം ഒരു വിഭാഗം ആളുകൾക്ക് ഇതെന്തായാലും വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. കാരണം സായി പറഞ്ഞ പോലെ കാണിക്കേണ്ടത് കാണിച്ചപ്പോൾ കൊള്ളേണ്ടവർക്ക് കൊണ്ടുവന്ന് പറഞ്ഞതാണ് ഏറ്റവും വലിയൊരു സംഭവം. ഞാൻ പറയും, നിങ്ങൾ മസ്റ്റായിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട മൂവിയാണ് എമ്പുരാൻ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒന്ന്, ഞാനൊരു ലാലേട്ടൻ ഫാനല്ല, പക്ഷേ പൃഥ്വിരാജിന്റെ ഡയറക്ടർ ബ്രില്യൻസ് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ പുള്ളിയുടെ പല മൂവിയും പല സ്റ്റേറ്റ്മെന്റുകളും നമ്മളൊക്കെ സോഷ്യൽ മീഡിയകളിൽ കാണുന്നതാണ്. പല ഇന്റർവ്യൂസിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആൾ എത്രത്തോളം ആണ് എന്നുള്ളത്. നമുക്ക് ആ ഒരു സംസാരിക്കുന്ന വേ കണ്ടാൽ തന്നെ അറിയാം ഇതിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്. അതെന്താണെന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് ഫസ്റ്റ് ഡേ തന്നെ പോയത്. ആളുകൾ കൂടുതലും പല റിവ്യൂസുമായിട്ട് വരുന്നുണ്ട്, എങ്കിൽ പോലും ഞാൻ പറയും അത് ഓരോ ഷോട്ടുകളും ഡിഫറെന്റ് കൺട്രീസിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ കഥ ഒന്നും പറയുന്നില്ല, കാരണം നിങ്ങൾ എന്തായാലും പോയി കാണണം. അതേപോലെ ക്യാരക്ടേഴ്സിനെ ഞാൻ റിവീൽ ചെയ്യണില്ല. പക്ഷേ പല കൺട്രികളിലും പല സമയങ്ങളിലും ആയിട്ടുള്ള നടന്നിട്ടുള്ള ഷോട്ടുകൾ അത് കറക്റ്റായിട്ട് എടുത്തതും അത് മിക്സ് ചെയ്തതും നമുക്ക് ആ ഓരോ ഷോട്ടിലും നമുക്ക് നെക്സ്റ്റ് എന്നുള്ള ചിന്ത നമ്മളെ ചിന്തിപ്പിക്കാൻ തക്കം ഒരു അടിപൊളി രീതിയിലാണ് ഇവർ ഈ ഫിലിം ചെയ്തിട്ടുള്ളത്. വളരെ വളരെ ഇഷ്ടപ്പെട്ടു, പറഞ്ഞാൽ വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു വലിയൊരു എക്സ്പെക്ടേഷൻ വെച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് എന്താണ് എന്നുള്ളൊരു തോന്നൽ വരാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പല വിഭാഗക്കാർക്ക് അതൊരു പ്രശ്നമായിട്ട് തോന്നും. മോഹൻലാലിന്റെ 3ഉം 4ഉം എൻട്രികളിലെ ചില ഷോട്ടുകളൊക്കെ ഉണ്ട്, അതൊക്കെ എക്സലന്റ് തന്നെ പറയാം. എനിക്ക് കൂടുതൽ ഇഷ്ടമായത് പുറത്തെ കൺട്രീസിലല്ല, നമ്മളെ നാട്ടിൽ വെച്ചിട്ടുള്ള ചില സീനുകളിലൊക്കെ ഉള്ള അത് നിങ്ങൾ കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. നിങ്ങൾ OTTക്കോ അല്ലെങ്കിൽ ടെലിഗ്രാമിൽ വരുന്നതോ വെയിറ്റ് ചെയ്യരുത്, നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ റിലീസിനുള്ള പല ബുദ്ധിമുട്ടുകളും ഇനി അങ്ങോട്ട് ഇവർ ഈ നടത്തിയ സ്റ്റേറ്റ്മെന്റ് കാരണം മൂവി ബാൻ ചെയ്യാനോ അല്ലെങ്കിൽ പല ഭാഗങ്ങളും കട്ട് ചെയ്യാനോ എന്നുള്ള സാധ്യതകളൊക്കെ നാട്ടിൽ കാണുന്നുണ്ട്. പക്ഷേ ഇപ്പം തമിഴ്നാട്ടിൽ നമ്മൾ വിജയൊക്കെ പല കാര്യങ്ങളും പല മൂവിയിലും ഇതേപോലെ സ്റ്റേറ്റ്മെന്റ് അറിയിക്കലുണ്ട്. അതുപോലെ തന്നെയാണ് എനിക്കിത് കൃത്യമായിട്ട് മനസ്സിലായത്. വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണുക, എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക. ചില ഷോട്ടുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ ഇടുന്നുണ്ട്. പൃഥ്വിരാജിന്റെ ആള് പണ്ട് മുതലേ പറയുന്ന, അല്ലെങ്കിൽ നല്ലൊരു വിഷനുള്ള വ്യക്തിക്ക് ഒരു മൂവി ഇൻഡസ്ട്രി അയാൾ അത് ഏത് രീതിയിലേക്ക് മാറ്റപ്പെടും എന്നുള്ളത് കൃത്യമായിട്ട് തെളിയിച്ച ഒരാളാണ് പൃഥ്വിരാജിന്റെ ഒരു 5-8 വർഷം മുമ്പുള്ള ഇന്റർവ്യൂസിലൊക്കെ പുള്ളി തന്നെ പറയുന്നുണ്ട്, ഞാൻ അഭിനയം മാത്രമല്ല എൻ്റെ ലക്ഷ്യം എന്നുള്ളത്. ആ ലക്ഷ്യത്തിലേക്ക് അയാൾ എത്തി. വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ ഇന്റർവ്യൂവിൽ അയാൾ സംസാരിച്ചതും അതുപോലെ ഒരു കുട്ടിയോട് പുള്ളി പറയുന്നുണ്ട്, ഞാൻ അന്ന് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, അതിലേക്ക് ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് എത്തി എന്ന് പറഞ്ഞത്. പൃഥ്വിരാജ് അത് 100% അത് ആ പുള്ളി മൂവിയിൽ കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 3 എന്തായാലും ഇറങ്ങും. ആ രീതിയിൽ തന്നെയാണ് ഇത് വൈൻഡപ്പ് ചെയ്തിട്ടുള്ളത്. ഈവൻ നമ്മൾ ട്രെയിലറിൽ കാണുന്ന ചില അതില് നമ്മളെ മഞ്ജു വാര്യരുടെ ചില പ്രസംഗമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഓരോ മൊമെന്റിനും അതിന് കൃത്യമായിട്ടൊരു കാര്യം പറയാനുണ്ട് എന്നുള്ളത് തന്നെയാണ് ട്രെയിലറിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കുന്നത്. കൃത്യമായി ഓരോ ഷോട്ടുകളും നമുക്ക് നന്നായിട്ട് ചിന്തിക്കാൻ കഴിയുന്ന ഒരാൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. അപ്പം എൻ്റെ അഭിപ്രായം ഞാനിവിടെ അറിയിച്ച്, പിന്നെ നോമ്പിന് സിനിമക്ക് പോയി എന്നുള്ള സംഭവത്തിൽ വരണ്ട, അത് ഞാൻ പഠിച്ചവനും കൂടെ ആയിക്കോളാം. അപ്പോൾ നിങ്ങൾ പോയി കാണുക. ഇനിയിപ്പോൾ പെരുന്നാൾ വരുന്നുണ്ട്. ഏകദേശം അബുദാബി ഇവിടെയൊക്കെ ഫുള്ളാണ്. ഞാൻ ഡൽമയിലാണ് പോയത്. ഇപ്പം തൊട്ടടുത്ത ദിവസങ്ങളിൽ ടിക്കറ്റ് കിട്ടുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ കിട്ടുന്ന സമയത്ത് നിങ്ങൾ പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കുക. അപ്പം മസ്റ്റ് വാച്ച് മൂവിയാണ് എമ്പുരാൻ. നിങ്ങൾക്ക് നിരുത്സാഹപ്പെടേണ്ട ഒരാവശ്യം വരില്ല. ഒന്നെങ്കിൽ നിങ്ങൾ ഈ വിഭാഗക്കാരാവരുത്, അല്ലെങ്കിൽ നിങ്ങൾ ഓവർ എക്സ്പെക്ടേഷൻ ഉള്ള ആളാവരുത്. എങ്കിൽ നിങ്ങൾക്ക് ഈ മൂവി തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങൾ എന്തായാലും കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാം.